വയനാട് കണിയാമ്പറ്റയിൽ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമർദ്ദനം. 14 വയസ്സുകാരനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ക്രൂരമായി തല്ലിച്ചതച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ മുള്ളുവേലിയിൽ കിടത്തി ചവിട്ടി വിദ്യാർത്ഥികൾ. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലും സമാനമായ സംഭവം നടന്നിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന എൻ്റെ 2 ഫ്രണ്ട്സ് വിളിച്ചിട്ട് ആ ഫ്രണ്ട്സിനടുത്തേക്ക് പോയി. പറഞ്ഞാൽ സാധാരണ നമ്മൾ പോകുന്നതായിരിക്കും അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവൻ വന്നിട്ട് എന്നെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടിച്ച് എന്നെ കമ്പിവേലിയിലേക്ക് ചവിട്ടി ഇട്ട് തലക്കടിച്ച് പുറക്കെ ഫുള്ളായിട്ട് മുറിഞ്ഞ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്ന് ഉമ്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം നേരെ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഈ 14കാരനെ എന്തിന്റെ പേരിലാണ് അതിക്രൂരമായി മർദ്ദിച്ചത്? ഈ മർദ്ദിച്ചവർ സഹപാഠികളാണോ? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, WMO കോളേജ് സ്കൂളിലെ 14 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. കണിയാമ്പറ്റയിലേക്ക് വിളിച്ചു വരുത്തി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അതായത് ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളാണോ ഈ വിദ്യാർത്ഥിയെ തല്ലിയത് എന്നുള്ളത് വ്യക്തമല്ല. എന്തിനാൽ തന്നെയും ക്രൂരമായ മർദ്ദനമാണ് ആ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. മുഖത്തും അതുപോലെ തന്നെ വയറ്റിലുമൊക്കെ അടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, മുള്ളുവേലിയിലേക്ക് തള്ളിയിട്ട് ആ മുള്ളുവേലിയിൽ കിടത്തി അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചവിട്ടുകയും അതുപോലെ തന്നെ കുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും വിദ്യാർത്ഥിയുടെ അമ്മയും പറയുന്നത്. കുട്ടിയുടെ പുറകിൽ അത്തരത്തിലുള്ള പാടുകളുമുണ്ട്. ഈ സംഭവം ഈ മറ്റു വിദ്യാർത്ഥികൾ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ദൃശ്യം മൊബൈലിൽ പകർത്തിയിരുന്നു. തുടർന്ന് കേസ് കൊടുത്തതിനെ, അതായത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തതിനെ തുടർന്ന് ഈ ദൃശ്യം ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ തന്നെയും വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൃത്യമായി തന്നെ കുട്ടിയുടെ പുറകിൽ പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കമ്പിവേലിയിൽ തന്നെ കിടത്തി തല്ലിയതാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ക്രൂരമായി കുട്ടിയെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ തന്നെയും പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ, അതായത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും എന്താണ് നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന് വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക. കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റയിലും സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് വടികൊണ്ടടക്കം ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നതും തുടർന്ന് കാല് പിടിച്ച് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നതും അടക്കം വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് വീണ്ടും തൊട്ടടുത്തുള്ള കണിയാമ്പറ്റയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥി മറ്റൊരു സ്ഥലത്തേക്ക് പോകവേ ഈ ബസ്സിൽ നിന്നും വിളിച്ചിറക്കുകയും തുടർന്ന് ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലി ചതയ്ക്കുകയുമായിരുന്നു. രാഖി. ശരി അർജുൻ, എന്തായാലും 14കാരന് നേരെയാണ് അതിക്രൂരമായ മർദ്ദനം അരങ്ങേറിയത്.